സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വേറെ ഒന്നുമില്ല, ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. ഒരു 10-15 ദിവസത്തിന് ശേഷം തിരിച്ച് വീണ്ടും എറണാകുളത്തോട്ട്. കുറേ പാക്ക് ചെയ്യാനുണ്ട്, കുറേ പരിപാടികളുണ്ട്. എൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു, അപ്പോൾ നമ്മൾ അതിനൊക്കെ പോയിട്ട് ഇപ്പോൾ അതേ വന്നതേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഓൾറെഡി നമ്മളിന്ന് പൊന്മുടി പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇറങ്ങുക പൊന്മുടി പോകാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട്. ഞാൻ, അമ്മ, പപ്പ, ചേട്ടൻ, ചേച്ചി, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുള്ള് പാക്ക് ചെയ്യണം, എറണാകുളത്തോട്ട് പോകണം. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വ്ളോഗിലുള്ളത്. എക്സൈറ്റഡ് ആണ് ഇവനെ കാണണം എന്ന്. എനിക്കറിയത്തില്ല, ഇത്രയും നാൾ ഇതുവരെ ഡിസ്റ്റൻസിൽ ഇരുന്നിട്ടില്ല. അങ്ങനെ എന്താണ് എന്നൊക്കെ പോയി നോക്കണം. സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വ്ളോഗ്. ലെറ്റ്സ് ഗോ. എന്നെപ്പോലെ തന്നെ അമ്മയും ഭയങ്കര ഹെൽത്തിയാണ്. അതുകൊണ്ട് പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ, ഗ്രേപ്സ്. അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കഴിച്ച് പോകണം അല്ലേ? യെസ്. എവിടെ പോകണമ്മ? പൊന്മടിയിൽ. ഛർദിക്കോ? അറിഞ്ഞൂടാ, മധുരമൊക്കെ കഴിച്ചുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പപ്പ പറയൂടെ പോണേ. നമ്മൾ പൊന്മുടിയിൽ പോകുന്നത്. വേറെ എവിടെ പോവേ? പപ്പയാണ് ഇന്നത്തെ വ്ളോഗ് ചെയ്യണ ആള്. പപ്പ ഇങ്ങനെ പിടി, എന്നിട്ട് പറ ഹലോ ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങൾ പൊന്മുടിയിലേക്ക് പോവുകയാണ്, നമ്മൾ ഫാമിലി ആയിട്ട്. എനിക്ക് എന്റെ മോളുണ്ട്, മോനുണ്ട്, 2 മോനുണ്ട്, മോളുണ്ട്. ഭാര്യയുടെ കാര്യം പറയില്ലേ? ആ, ഭാര്യയുണ്ട്. ഈ റോഡ് നന്നാക്കിയല്ലേ? നേരത്തെ ഈ റോഡ് എന്ത് വൃത്തിയുടെ റോഡാണെന്ന് പറയട്ടെ. കാട്ടാക്കട, അതാണ് മില്ലിട്ടേക്കണ മോഹന്റെ. കാണിച്ചു കൊടുത്താണ് മില്ലിട്ടേക്കണ മോഹന്റെ കട എന്ന് വിളിച്ചു കൊടുത്താണ്. 4 സൈഡിൽ നിന്ന് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത്. നന്ദി. കാട്ടാക്കട CSI കാട്ടാക്കട. നമ്മൾ എത്ര മണിക്കാണ് തിരിച്ചത് അവിടെ നിന്ന്? നമ്മളവിടുന്ന് 2 മണി. 2 മണിക്ക് തിരിച്ച്. 2 മണിക്ക് നമ്മൾ തിരിച്ചത്. എത്ര മണിയായി ഇപ്പൊ സമയം 3:30 ആകുമ്പോൾ. 3:30 മണി. നമ്മൾ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തല്ലേ? ഇനി ഒരു അരമണിക്കൂർ. ഇനി അരമണിക്കൂർ ആവുമ്പോൾ നമ്മൾ പൊന്മുടി എത്തും. പൊന്മുടി എത്തി. ഗൈസ്, നമ്മൾ പൊന്മുടിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. ഒരു മാക്സിമം 1.25 മണിക്കൂർ. ഇനി ഇവിടെ നിന്നൊരു മുകളിലോട്ടൊരു 30 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ. എൻ്റെ എല്ലാവരും ഉണ്ട്. ചേട്ടൻ ചേച്ചിയും പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരിക. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ലെറ്റ്സ് ഗോ. ഭയങ്കര പൂവടം. ഇനി ഇപ്പം എത്ര ആയി മറന്നു? എത്ര ഹെയർ പിന്നായി? 5 ഹെയർ പിൻ എന്തായി? ഇനി ബാക്കി നമുക്ക് 22-5 ബാക്കിയുള്ള ഹെയർ പിന്നാണ് ദൈ കിടക്കുന്നത്. എൻ്റെ ചെവി അടഞ്ഞ്. അമ്മേരെ ചെവി അടഞ്ഞാ? എല്ലാം കൂടെ ചെവി അടഞ്ഞു. എനിക്ക് ചെവി തുറന്നു. ചീടിൻ്റെ സംസ്ഥാന സമ്മേളനമുള്ള സ്ഥലമാണിത്. സൗണ്ട് കേട്ടോ നിങ്ങൾ? അയ്യോ, ചീവീടിന്റെ സൗണ്ട് കേട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചീവിയുടെ സൗണ്ട് അല്ലേ അത്? ഇത് കൊള്ളാം. ഇതറാ കൈമാറ്റി അമ്മ വെക്കാനെടുത്തിട്രാ. നല്ല ക്ലൈമറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൂടിൽ നിന്നിട്ട് മറ്റേ നല്ല ചൂടായിരുന്നു നാട്ടിൽ വന്നപ്പോൾ. ഇപ്പം നല്ല ആശ്വാസം, നല്ല തണുപ്പ്. ചായ 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 ഉള്ളിവട. ഹെവി ഡയറ്റ്. നാട്ടിൽ വന്നിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഡയറ്റിൽ പൊട്ടി. ഇപ്പം ഇതൊക്കെയാണ് എൻ്റെ ഡയറ്റ്. കുറച്ച് കുറവാണെന്ന് സംശയം. വാഴക്കപ്പം എങ്ങനെയുണ്ട്?
ഈ ഉള്ളിയോടെ കൊള്ളാം. ഇപ്പം കഴിക്കുന്നെല്ലാം ഇറക്കണം ജിമ്മിൽ പോയിട്ട് ഒരു രണ്ടാഴ്ച എല്ലാം വൈപ്പ് ഔട്ട് കളയണം. ചിരി, സ്മൈൽ പ്ലീസ്. ഒന്നിരി കൈ വെന്തേ. ഉള്ളി മട്ട പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ്. ഇതിനെ പൊന്മുടി കളി സ്ഥലം. നമ്മൾ സ്ഥിരം വന്ന് ഇവിടെ ബോൾ കളിക്കുമായിരുന്നു. ആദ്യമായിട്ടല്ലേ പറഞ്ഞപ്പ ഇത്ര അടുത്ത് കിടന്നിട്ട് നമ്മളാണ് പണ്ട് കൊച്ചുനാളിൽ നമ്മൾ ഇവിടെ നിന്നാണ് ബോൾ കളിക്കാൻ പറഞ്ഞത്. വോളിബോൾ തള്ളു വെറും സഹിക്കാൻ പറ്റാത്ത തള്ളു. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് മുകളിലെത്താനൊരു എനിക്കൊരു 5 ഹെയർ പിൻ കൂടിയുണ്ട്. 5 ഹെയർ പിൻ കഴിഞ്ഞാൽ മുകളിലെത്തും. തണുപ്പുണ്ട്, നല്ല തണുപ്പ് അല്ലേ? നല്ല തണുപ്പല്ലേ? കിടിലൻ സ്ഥലം, നല്ല ഭംഗി ഇവിടെ നിന്ന് കാണാൻ. ഹായ്, അത് കണ്ട ഹെവൻ തുറന്ന് ആരോ വരുന്ന പോലെ ഉണ്ട്. അത് കാണാൻ അല്ലേ? അതുണ്ടോ ആകാശത്ത് നിന്നൊരു പോലെ തോന്നുകയാണോ എനിക്ക്? നമുക്ക് എന്നാൽ അവിടെ പോയി നിന്നാലാ? വാ ബാലകുമാരി, നമുക്ക് അങ്ങോട്ട് പോകാം. എങ്ങനെയുണ്ടമ്മ? നല്ല രസമുണ്ടല്ലേ? നമ്മൾ പൊന്മുടി എത്തിയിട്ടുണ്ട്. ഇതാണ് പൊന്മുടി. ഇതല്ല പൊന്മുടി. മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും കുറേ വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. അമ്മ ടയർഡായ അമ്മയ്ക്ക് ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും ചെറിയ തലവേദനയൊക്കെ വരുന്നതാണ്. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമുക്ക് നടക്കാം കുറച്ച് ദൂരം കേട്ടോ. കാടിയോ ആയിക്കോട്ടെ. ഇങ്ങോട്ട് വണ്ടി വിടുന്നില്ല. അയ്യോ, പൊന്മുടി. ആൻഡ് ഇനി ഇവിടെ നിന്ന് അങ്ങ് മോളിൽ പോകുമ്പോഴത്തേക്കും കുറച്ച് നല്ല കിടിലം വ്യൂ കിട്ടും. ഇത് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ എല്ലാവർക്കും കൂടി കയറാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ മാത്രം അങ്ങോട്ട് കയറാമെന്നാണ് വിചാരിക്കണേ. ആ ടവറിൻ്റെ ഏറ്റവും മോളിൽ പോയിട്ട് നോക്കാം. ആൻഡ് ഇവിടെ കുറേ അത്യാവശ്യം നല്ല കാം ആൻഡ് പീസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ കുറച്ച് കിടിലൻ ക്ലിപ്സ് കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ അമ്മ കയറി ഉപ്പാട് പോയി. അത്യാവശ്യം ഇൻക്ലൈൻ ഉണ്ട്, പക്ഷേ പുറത്താണ്. എല്ലാവരും ടയർഡൊന്നായാലും നമ്മളതിനെക്കാട്ടിലും അപ്പുറം കയറുന്നതാണ്, അറിയാലോ. അമ്മയും പപ്പയും കയറില്ല, അവർ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് അവർ താഴെ നിൽക്കുന്നത്, ഞാൻ മാത്രം മുകളിൽ കയറാമെന്ന് വിചാരിച്ചു. കോട വരുന്നുണ്ടോ? ചെറുതായിട്ട് കോട ഇറങ്ങാൻ തുടങ്ങി അവിടെ. ലൈക്ക് നല്ല തണുപ്പാണ് ഇവിടെ.
ടെമ്പറേച്ചർ ഈസ് സോ ഗുഡ്. പക്ഷേ ഈ ടവറിൽ കയറാൻ പറ്റത്തില്ല, ഇതെന്തോ അപകട നിലയിലെന്നാണ് പറയുന്നത്. സോ ഇതിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ കുറേ കാലറിങ് ബാണായി ഇന്ന് കഴിച്ച മധുരം. സദ്യ കഴിച്ചല്ലേ ഇന്ന്, ബേൺഡ്. നമ്മളടുത്ത് ഈ മല കയറാൻ പോവാം. ഈ മല ഒന്ന് കയറി നോക്കാം. അധികം പാടൊന്നുമില്ല, ഒരു 200 മീറ്റർ. ചേട്ടൻ ചേച്ചിയുണ്ട് ഇവിടെ. കയറാണെങ്കിൽ കുറേ മലയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ട്, അവിടെയാണ് നമ്മൾ കയറിയത്. ഇനി ഇതൊരു കുത്തിയേറ്റമാണ്, ഓടിക്കയറാം. അയ്യോ, കയറി മോളിൽ പോകുമ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓ, ഇത് സൂയിസൈഡ് പോയിൻ്റാണോ? അമ്മേ, കോട വന്ന്, കോട കാണാവോ? കാണാം. കോട ആരോ ചൂട്ടിട്ട് പോയിക്കണ പോലെ ഒരു ഫീല്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. 5:30 ഇപ്പം. അപ്പോൾ ഇവിടെ 6 മണി എന്തോ ആണ് മാക്സിമം ടൈം എന്നാണ് തോന്നുന്നത്. ആൻഡ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പപ്പയ്ക്കും അമ്മയ്ക്കും ചേട്ടൻ ചേച്ചിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് 60 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വരണം പോകണമെന്നൊക്കെ വിചാരിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുടങ്ങും. ഇന്നാണ് വരാൻ പറ്റിയത്. അടിപൊളി. നിങ്ങളും ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ വരണം. നൈസ് സ്ഥലമാണ്. ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇനി നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ നേരെ വീട്ടിലോട്ട് പോവാണ്. കുറേ പാക്കിംഗ് ഉണ്ട് എനിക്ക്. ആൻഡ് ഇന്ന് തന്നെ എറണാകുളം പോകണം. എനിക്ക് കുറേ പെൻഡിങ് പരിപാടിയൊക്കെ കിടപ്പുണ്ട്. സോ ഇന്ന് തന്നെ തിരിച്ച് പോകണം. കുറച്ച് അലച്ചിലാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. പെട്ടെന്ന് പോയിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാം ബാക്കിയെല്ലാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഫാമിലി ആയിട്ട് പൊന്മുടിയിൽ പോയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? അതെല്ലാം അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഓക്കെ, ചേച്ചി കുറച്ച് വിവരിച്ച് പറ. ഞാൻ കുറച്ച് ഷൈ ടൈപ്പ്, ചേട്ടൻ പറയും. എന്താ പറയാ, കൊള്ളാം. ഫാമിലി ആയിട്ട് അങ്ങനെ നമ്മൾ പുറത്ത് പോകണമല്ലേ അല്ലേ? ഫാമിലി ആയിട്ട് എവിടെയും പോയിട്ട് വർഷങ്ങളായി. കൊള്ളായിരുന്ന പരിപാടിയെല്ലാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാം. 8 കാണും. 1 eternity later ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പാക്കിങ് പരിപാടിയൊക്കെ ഇനി എങ്ങനെ പോലും ഒരു മണിക്കൂറെങ്കിലും പാക്കിങ് ഉണ്ടാവും. അപ്പോൾ എല്ലാം പാക്ക് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഒരു സംഭവം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഞാൻ ചേട്ടന് വേണ്ടിയിട്ടൊരു കാഷ്യോൻ്റെ ഒരു വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈ കിടക്കുന്ന ഒരു മോഡലല്ലേ, ഈ സാധനം കിട്ടത്തില്ല ഇവിടെ, ഭയങ്കര റയറാണ്. ഇത് നമുക്ക് കൊടുക്കാം. മറന്നു, ഞാനിത് ബാഗിൻ്റെ തിരിക്കാൻ. ഞാൻ ഇപ്പോൾ ബാഗ് എടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത്. എൻ്റെ ബൈക്ക് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു കൊള്ളാം. നേരത്തെ വിളിക്കാം. അമ്മയ്ക്ക് വിഷമം, ഞാൻ പോകണുണ്ട്. വിഷുവായിട്ട് അമ്മയ്ക്കൊന്നും തന്നില്ലെന്ന് പറയല്. വിഷുവായിട്ട് പപ്പയ്ക്ക് 100 രൂപ, അമ്മയ്ക്ക് 100 രൂപ. പോട്ടാപ്പാ ബാ. പപ്പ എനിക്കിത് ഒരു ഉമ്മ തന്നില്ല. ഒരു ഉമ്മ നോക്കട്ടെ, ഒരു ഉമ്മ നോക്കട്ടെ.
ചെയ്യാ ബൈ എല്ലാം പറഞ്ഞ പോലെ പോട്ടെ. ഉമ്മ ഉമ്മ ഉമ്മതാ ഇങ്ങനെ ഉമ്മ കൊടുക്കണത്. പോയിട്ട് വരാം. ശരി പിന്നെ അപ്പൊ രാത്രി യാത്രയില്ല. ആ ശരി പോയിട്ട് പോട്ടെ. ഞാൻ അവിടെ വിളിക്കാം. പോയിട്ട് വിളിക്കണം. പോട്ടാ എന്നാ. ശരി പിന്നെ പോയിട്ട് വാ. പോട്ടെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ടാറ്റാ. ഓ അമ്മ വിളിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങി. ഇവിടെ നിന്ന് ഒരു 4 hours ട്രാവൽ, 4 അല്ല ഒരു 5 hours ഡ്രൈവ് ഉണ്ടാവും എറണാകുളത്തോട്ട്. എല്ലാ പരിപാടികളും എല്ലാം നന്നായിട്ട് നടന്നു. കല്യാണമായാലും എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നു. വേറെ ഒരു പ്രശ്നങ്ങളോ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം തിരിച്ചു പോകുമ്പോൾ എന്തോ ഭയങ്കര വിഷമം പോലെ. എല്ലാ പ്രാവശ്യം വിഷമം ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം എന്തോ കുറച്ചധികം വിഷമമുള്ളതുപോലെ. കാരണം ഞാൻ എറണാകുളത്ത് പോയതിനു ശേഷം ഞാൻ ഇത്രയും ദിവസം നിന്നിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം നാട്ടിൽ നിന്നു. അല്ലെങ്കിൽ 4 ദിവസം നിന്നിട്ട് പോകുമല്ലോ. അപ്പോൾ കുറച്ച് ദിവസം നിന്നപ്പോഴത്തേക്ക് അങ്ങ് കുറച്ച് സെറ്റിലായി വന്നായിരുന്നു. ആൻഡ് എല്ലാവരും മിസ് ചെയ്യും. ഓക്കെ ആൻഡ് ഗൈസ്, പപ്പയും ചേട്ടനൊക്കെ എനിക്ക് വർഷങ്ങൾക്ക് മുന്നെയാണ് ഉമ്മ വന്ന അവസാനമായിട്ട്. എന്താ തോന്നി അങ്ങനെ എനിക്ക് ഇപ്രാവശ്യം. ഇനി എറണാകുളത്തായിരിക്കും ഇനി ബാക്കി വ്ളോഗൊക്കെ. അപ്പം നമുക്ക് പോകാം ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ് എറണാകുളത്തി ഇന്നലെ രാത്രി എത്തി. പക്ഷെ നല്ല ക്ഷീണവും നല്ല ടയേർഡുമായിരുന്നു. സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം രാവിലെ എണീറ്റ് പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു രണ്ട് ദിവസം ഫുള്ള് ഇവിടെ തന്നെ നിന്ന് ചെയ്യാനുള്ള അത്രയും ജോലിയുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഫുള്ള് ഡീപ് ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും പൊസിഷൻ ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഫുള്ള് ക്ലീനാണ്, എല്ലാം സെറ്റാണ്. അപ്പോൾ എന്താ പറയുക, അതെല്ലാം ഒന്ന് അടുക്കണം, സെറ്റാക്കണം. അതും പറഞ്ഞിട്ട് ഇവനെ ഞാൻ ഇന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ പണിയും തീർത്തിട്ട് അവളെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവൾ എവിടെ കൂടി തുള്ളിച്ചാടി കിടന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നുകൂടി അവളെ ബോർഡിങ്ങിൽ നിർത്തിയിട്ട് നാളെ പോയി അവളെ വിളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ റൂമൊക്കെ കണ്ട ഓടും. അതേ കണക്കാണ് റൂമൊക്കെ കിടക്കുന്നത്. കണ്ട ഫുള്ള് പണിയാണ്. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും കണ്ട ഫുള്ള് നമ്മുടെ സാധനങ്ങളെല്ലാം ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതല്ലേ. അപ്പോൾ ആ രീതിയിൽ. പിന്നെ കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം നല്ല പണിയുണ്ട്. നല്ല പണി മെല്ലെ പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വേറെന്താ, ഇന്നലെ നമ്മുടെ യാത്രയൊക്കെ നൈസായിരുന്നു. ഇന്നലെ ഒരു ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല. നമ്മൾ പെട്ടെന്ന് എത്തി. ഒരു 4.5 hours കൊണ്ട് എത്തി ട്രിവാൻഡ്രം ടു എറണാകുളം. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് മറന്നോ എന്തോ, മറക്കാൻ വഴിയില്ല. പക്ഷേ നാളെ തൊട്ട് അവൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത്രയും ദിവസം അവർ കുറച്ച് ഫ്രീഡം കൊടുക്കുന്ന ബോർഡിങ്ങാണ്. അപ്പോൾ എന്താ അഴിച്ചൊക്കെ ഫുൾ ടൈം അവരെ അൺലീഷ് ചെയ്ത് വിടും. അങ്ങനെ ഇളകി മറിഞ്ഞ് നടന്നിട്ട് വീണ്ടും ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇത് കൂടുതലും അവർക്ക് ഫീൽ ചെയ്യുമെന്ന് ആണ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പം ഞാൻ പോയിട്ട് ഫുള്ളി പരിപാടികളെല്ലാം സെറ്റാക്കട്ടെ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് റൂം ക്ലീനാക്കി കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ എണീറ്റ് രാവിലെ ഇപ്പോൾ 10 മണിയായി. അപ്പോൾ നേരെ ഇപ്പോൾ ഇവനെ വിളിക്കാൻ പോവാണ്. ഇവൻ അവിടെ കുളിപ്പിച്ച് എല്ലാം സെറ്റാക്കി നിർത്തിയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. പിന്നെ അതുപോലെ എനിക്ക് കയ്യിൽ ക്യാമറയും കൊണ്ട് കയറുമ്പോഴത്തേക്കും അവൾ എക്സൈറ്റഡ് ആയില്ലെങ്കിൽ ഞാൻ ചമ്മൂലേ. മറന്നിട്ടുണ്ടാവുമോ? മറക്കാൻ വഴിയില്ല. പക്ഷേ നോക്കാം, നമുക്കിപ്പം അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതാണോ യൂണിവേഴ്സൽ പോസാണോ? ഇതാര്? കൊള്ളാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ 15 ദിവസം ഇതുവരെയും
ഇതുവരെ ഇത്രയും ദിവസം അങ്ങനെ നിർത്തിയിട്ടില്ല ഒരിടത്തും ബോർഡിങ്ങിന്. ഫസ്റ്റ് ടൈമാ. ഹലോ, അഴിച്ചിട്ടോ. മക്കളെ എന്തുവാ 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 എന്തുവാ? വീട്ടിൽ പോ, വീട്ടിൽ പോ, വീട്ടിൽ പോടി. ഓ ഓ ഓ ഓ എന്തുവാ എന്തുവാ? വേറെ സൗണ്ടൊക്കെ അവക്ക്. പോവാ. മിസ് ചെയ്യോ? ഇവനെ മിസ് ചെയ്യോ നിങ്ങൾ? എന്റെ ദൈവമേ ഗൈസ്, നമുക്ക് ഇത്രയും വേറെ സൗണ്ടൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആള്. ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല ഇതിന് മുന്നേ. ഇവോ മക്കളെ ഇങ്ങൊന്നേ, വീട്ടിൽ പോടി, വീട്ടിൽ പോ. ഇവിടെ വാക്സിൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കണം. പിന്നെ ഫുഡാണെങ്കിലും അവൾക്ക് ഞാൻ അവസാനം ഒരു ഡ്രൈ ഫുഡ് എടുത്തായിരുന്നു, പക്ഷെ അത് അവൾ കഴിക്കുന്നില്ല. അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അത് അവൾക്ക് ഇഷ്ടമല്ലെന്ന് തോന്നണം. അപ്പോൾ ഫുഡ് മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി ആക്ച്വലി. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വ്ളോഗ്. ഈ ഒരു വ്ളോഗ് സീരീസ്, അതായത് നാട്ടിൽ പോകുന്നു, കല്യാണം, അങ്ങനെ അതിൻ്റെ ഒരു എൻഡാണിത്. സോ ഇനി നമ്മുടെ അടുത്ത വ്ളോഗ് ഉടനെ വരുന്നതായിരിക്കും. എന്താണെന്ന് പറഞ്ഞൂടാ, നല്ല നല്ല വ്ളോഗ്സ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കും. ആൻഡ് എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ചുമ്മാ വ്ളോഗ് ഇട്ട് നിറയ്ക്കുന്നതിനെക്കാട്ടിലും നല്ല നല്ല കോണ്ടന്റ് ഇടണം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ടാണ് എപ്പോഴും ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുന്നത്. ഉറപ്പായിട്ടും നല്ല വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്, ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വ്ളോഗ്. അപ്പോൾ ബൈ ബൈ, ടാറ്റ. ഇവ കുഞ്ഞേ. അപ്പോൾ ബൈ ബൈ എല്ലാവർക്കും, ടാറ്റ.